ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിണറായി വിജയൻ എങ്ങാനും അധികാരം നഷ്ടപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വട്ടപൂജ്യമാകും എന്നുള്ളതാണ്. CPM-ന് അധികാരം നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രതിഭാസം അവർ തിരിച്ചു വരാറില്ല എന്നുള്ളതാണ്. ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് പാർട്ടിയെ ഏറെ അലട്ടുന്നത്. അധികാരം നഷ്ടപ്പെട്ടാൽ സാധാരണ പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെ ഒരു നാട് വിടുന്ന സംഭവമാണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടത്. എന്നാൽ കേരളത്തിൽ അത്ര പെട്ടെന്ന് തോറ്റാൽ അങ്ങനെ ആരും നാടുവിടില്ല. പക്ഷേ നാടുവിടാൻ സാധ്യതയുള്ളത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മൂന്നാം വട്ടവും ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇത്തവണ CPM LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഭരണം ലഭിച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും. ലഭിച്ചില്ല എങ്കിൽ മരുമകനായ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവാക്കി അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിന് പകരം കണ്ടോൺമെൻറ് ഹൗസിൽ ഇനി പൊറുതിയാകാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ബേപ്പൂരിൽ റിയാസിന് 50-50 സാധ്യത മാത്രമേ ഉള്ളൂ. കുത്തക മണ്ഡലമായതുകൊണ്ട് ധർമ്മടത്ത് പിണറായി വിജയൻ രക്ഷപ്പെടുകയും എന്നാൽ ബേപ്പൂരിൽ റിയാസ് ഒരുപക്ഷെ തോൽക്കും എന്നാണ് പ്രവചനവും വിലയിരുത്തലുമൊക്കെ വരുന്നത്. അത് ശരിയായാൽ സത്യത്തിൽ പിണറായി വിജയൻ അന്തം വിട്ടുപോകുമെന്നതിൽ സംശയമില്ല. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ പിണറായി വിജയൻ ഏതായാലും തയ്യാറാകില്ല. അങ്ങനെ തനിക്കും മരുമകനും പൂർണ്ണമായും അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ മകളും ഭാര്യയും അടക്കം കേരളത്തെ ഒരു ഡേർട്ടി പ്ലേസ് ആയിട്ടേ കാണൂ എന്ന് എല്ലാ CPM-കാർക്കും അറിയാം. ഇവിടെ ഇരിക്കാൻ കമലേട്ടത്തിയും വീണയും തയ്യാറാകുമെന്നും തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ചികിത്സയുടെ പേരിൽ അമേരിക്കയിൽ സെറ്റിലാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആത്മാഭിമാനമുള്ള CPM പ്രവർത്തകർ എല്ലാം തന്നെ വെറുത്തു എന്നൊരു സത്യം പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 10 വർഷം 50 വാഹനത്തിൻ്റെ അകമ്പടിയോടെ ജീവിച്ച പിണറായി വിജയൻ എന്ന മനുഷ്യൻ കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ ജീവിക്കാനാവില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ജീവിച്ചാൽ നിരന്തരം ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടി വരുമെന്നും അദ്ദേഹത്തിനറിയാം. അപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള മറ്റുള്ള യുവസംഘടനകൾ എല്ലാവരും രംഗത്ത് വരും, പഴയതൊക്കെ കുത്തിപ്പൊക്കും. അപ്പോൾ ഓരോ ദിവസവും ഓരോ കേസുകൾ ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ സ്റ്റേഷനായി കോടതിയായി നടക്കേണ്ടി വരും. ഇതിനേക്കാളുമൊക്കെ നല്ലത് അമേരിക്കയാണ് എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ കമലേട്ടത്തിയെയും കൂട്ടി അങ്ങോട്ട് പോകാനാണ് സാധ്യത. ലണ്ടൻ, UAE എന്നിവിടങ്ങളിലെല്ലാം പോകാമായിരുന്നു എങ്കിലും ചികിത്സയുടെ പേരും പറഞ്ഞായിരിക്കും അമേരിക്കയിലേക്ക് പോകാൻ സാധ്യത. അതേസമയം MLA സ്ഥാനമില്ലാതെ വന്നാൽ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തനവുമായി മുഹമ്മദ് റിയാസ് മുന്നോട്ട് പോകും. അമേരിക്കയും കേരളവും ഒക്കെയായി അദ്ദേഹത്തിന് ചെലവഴിക്കുകയും ചെയ്യാം. സമ്പാദിച്ച പണം ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നതിനനുസരിച്ച് പാർട്ടിയെ നയിക്കാനും റിയാസിനാകും. ഒരുപക്ഷെ ക്രമേണ പാർട്ടി സെക്രട്ടറിയായും റിയാസ് വന്നേക്കാം. UDF-ന് ഭരണം ലഭിച്ചാൽ തന്നെ ആഭ്യന്തരം ഭരിക്കുന്ന മന്ത്രിക്ക് നട്ടെല്ലുണ്ടായാൽ ഇവർക്കെതിരെയൊക്കെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ശബരിമല മുതൽ ലാവ്ലിൻ കേസുകൾ വരെയുള്ള നൂറുകണക്കിന് കേസുകളിൽ ചോദ്യം ചെയ്തു എന്നും വരാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം ഇനിയുള്ള കാലം വിദേശ ജീവിതത്തിലേക്ക് കടക്കുമെന്ന ഒരു സൂചന ലഭിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന് മൂന്നാം ഭരണമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് കിട്ടിയില്ല എങ്കിൽ റിയാസ് പ്രതിപക്ഷ നേതാവാകണം എന്നാണ് മനസ്സിലിരിപ്പ്. പക്ഷേ ഭരണം കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് അതിനൊപ്പം തന്നെ റിയാസിൻ്റെ തോൽവിയും സംഭവിച്ചാൽ വിദേശത്ത് സ്ഥിരതാമസമാക്കുന്നതാണ് നല്ലത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലം വരെ തോൽക്കുമെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് പാർട്ടി ഗ്രാമമാണ്. എങ്കിലും ഭൂരിപക്ഷം നന്നായി കുറഞ്ഞാൽ തന്നെ അത് ഒരു തോൽവി തന്നെയാണ്. ഒപ്പം റിയാസിനും തോൽവി സംഭവിച്ചാൽ കൂടെയുള്ളവരെല്ലാം കൈവിടും. റിയാസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ പിണറായി ഇഷ്ടപ്പെടുന്ന TP രാമകൃഷ്ണൻ്റെയും P രാജീവിൻ്റെയും ബാലഗോപാലിൻ്റെയും ഒക്കെ തന്നെ വിജയം ഇപ്പോൾ സംശയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പടയാളികളെല്ലാം തോറ്റുപോയാൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് പിണറായി വിജയൻ എന്ന നേതാവിനെയാകും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വനവാസത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരിഹസിച്ചവർ ക്ഷമയോടെ കാത്തിരിക്കുക.